സൂപ്പർ 8-ൽ ഇന്ന് ഓസ്ട്രേലിയയും ബംഗ്ലാദേശുമാണ് നേർക്ക് നേരെ വന്നത്. ഈ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ബംഗ്ലാദേശ് ആയിരുന്നു. അവർക്ക് സ്റ്റാർട്ടിംഗ് തന്നെ വിക്കറ്റ് പോയി. മൂന്നാമത്തെ ബോളിൽ അവരുടെ ഓപ്പണറെ മടക്കാൻ ഓസ്ട്രേലിയൻ ടീമിന് സാധിച്ചു. പിന്നീട് ബംഗ്ലാദേശ് അടിച്ചു കളിച്ചു. ശേഷം 58 റൺസിലാണ് രണ്ടാമത്തെ വിക്കറ്റ് പോയത്. അവരുടെ ക്യാപ്റ്റൻ ഷാൻഡോ മികച്ച കളി പുറത്തെടുത്തു. ഇതോടുകൂടി ബംഗ്ലാദേശ് ടീം 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് ഓസ്ട്രേലിയ ഇറങ്ങി. ഓസ്ട്രേലിയൻ ടീമിന് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. വാർണറും ഹെഡും കൂടി അടിച്ചു കളിച്ചു. 65 റൺസിൽ ഹെഡ് ഔട്ടായി മടങ്ങി. 31 റൺസാണ് ഹെഡ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ വാർണർ ഒരുക്കമില്ലായിരുന്നു. പിന്നീട് മിച്ചൽ മാർഷും പുറത്തായി. ആകെ കൂടി 1 റൺസ് മാത്രമാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഗ്ലെൻ മാക്സ്വെല്ലും വാർണറുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. ഈ സമയത്ത് മഴ പെയ്തു. മഴ പെയ്തത് ഓസ്ട്രേലിയൻ ടീമിന് പണിയായി. പക്ഷേ ഈ സമയത്ത് നെറ്റ് റൺ റേറ്റ് ഓസ്ട്രേലിയൻ ടീമിനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. 11 ഓവറിൽ ഓസ്ട്രേലിയൻ ടീം 100 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. മഴ മാറി കളി വീണ്ടും നടത്താൻ വിചാരിച്ചു. എന്നാൽ മഴ മാറിയില്ല. ഇതോടുകൂടി ഓസ്ട്രേലിയൻ ടീം 28 റൺസിന് കളി ജയിച്ചു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് ഓസ്ട്രേലിയ ഇന്ന് കളി ജയിച്ചത്. മഴ എങ്ങനെ പെയ്യുമെന്ന് ഓസ്ട്രേലിയ ഒരിക്കലും കരുതിയില്ല. കുറച്ച് റൺസിന്റെ വിജയമാണ് ഓസ്ട്രേലിയ നേടിയത്. മഴ പെയ്യുന്ന സമയത്ത് റൺ റേറ്റ് കുറച്ച് കുറഞ്ഞെങ്കിൽ ഓസ്ട്രേലിയ ഇന്ന് കളി തോറ്റേനെ. മറ്റൊരു അട്ടിമറി വിജയം നമുക്കിന്ന് കാണാൻ സാധിച്ചേനെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.